പിന്നെ വീണ്ടും രണ്ടാമത്തെ സിനിമയായിട്ട് വന്നേക്കാണ് ഡോണ്ട് ലിസൺ. ഇതൊരു സ്പാനിഷ് സിനിമയാണ്. പിന്നെ അതിൻ്റെ ഡബ്ബിങ് ഇംഗ്ലീഷായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടതാണ്. 2020 ഇറങ്ങിയ സിനിമയാണ്. ഇതും ഒരു പയ്യൻ ഒരു ചെറിയ പയ്യൻ അങ്ങനെ ബന്ധപ്പെട്ട സിനിമയാണ്. ഇതും മിക്കവാറും കേൾക്കാൻ വഴി കുറവായിരിക്കും എന്നാണ് തോന്നണത്, അറിയില്ല. എന്നാലും ഞാൻ ഈ സിനിമേനെ കുറിച്ച് പറയാം. അതായത് നേരത്തെ പറഞ്ഞ സിനിമ എങ്ങനെയാവോ അതേ എഫക്റ്റ് തന്നെയാണ് ഈ സിനിമ. അതായത് ഇതൊരു ഹൊറർ സിനിമയാണ്. അതായത് ഒരു ഫാമിലി, അതായത് ഒരു അമ്മ, അച്ഛൻ, ഒരു മകൻ, അവരൊരു വലിയൊരു വീട് വാങ്ങിക്കണം. അവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. അതായത് ആ വീട് താമസിച്ച് ആ കൊച്ച് പണ്ടത്തെ പോലെ അല്ല പെരുമാറണേ. മൊത്തം സ്വഭാവമൊക്കെ ഭയങ്കര മാറ്റം, ഒറ്റയ്ക്ക് സംസാരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു കൊച്ചിനെ ഇത് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ചെറിയ കൊച്ചുകളുടെ വിഷമങ്ങൾ, അതായത് അവരുടെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ വരും. ആ ഡോക്ടർ ചോദിക്കും എന്താണ് നടക്കണേന്ന്, അതായത് എന്താണ് ഒച്ച കേൾക്കണേ, എന്താണ് വോയിസാണ് കേൾക്കണമെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അത് ഡോക്ടർക്കും കേൾക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ പന്തികേട് തോന്നിയിട്ട് അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് പോവും. വണ്ടി എടുത്ത് നോക്കുമ്പോൾ ആ ഡോക്ടറുടെ ചെവിയിലേക്ക് ഒരു ഈച്ച കയറും. ആ ഈച്ച വഴി ആ ഡോക്ടറുടെ കൺട്രോള് ആ ഈച്ചയുടെ കയ്യിലേക്ക്, അതായത് ഒരു പ്രാണി, ആ ഡോക്ടർ അങ്ങനെ മരിക്കുക. പിന്നെ അവിടെ നിന്ന് ഉണ്ടാവണം കുറേ സംഭവങ്ങളൊക്കെയാണ്. അതായത് ഈ ഒരു സിനിമ ഹൊറർ സിനിമയാണ്. ഈ വെറുതെ പ്രേതങ്ങളെ വന്ന് പേടിപ്പിക്കുക അങ്ങനെയല്ല ഈ സിനിമ. നമ്മൾ വിചാരിക്കില്ലേ കുറേ ഈ സിനിമകൾ ഈ പ്രേതങ്ങൾ ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ഇത്രയും കാര്യം അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ പേടിപ്പിച്ചിട്ട്. ഇത് പേടിപ്പിക്കില്ല. എപ്പോൾ ആ ക്യാരക്ടർ, അതായത് ഏത് ക്യാരക്ടറാണ് ആ സിനിമയിൽ പ്രേതത്തിനെ കാണുന്നത് അങ്ങേരും ഉറപ്പായിട്ട് മരിക്കും. അതാണ്. അല്ലാണ്ട് വെറുതെ പ്രേതത്തിനെ കാണാൻ പേടിക്കുക അങ്ങനെയല്ല. അതന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി തോന്നി ഈ ഒരു സിനിമയുടെ. അതായത് തുടക്കം തന്നെ അടിപൊളി ഒരു ഡെത്ത്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ നല്ല രസമായി. അതായത് നമ്മൾ വിചാരിക്കാത്ത സാധനങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ. അതായത് ആ പയ്യൻ നമ്മൾ ചോദിക്കില്ല, അത് കാണാതെ ഞാൻ പറയണില്ല, ഓരോ ക്യാരക്ടർ, അതായത് മെയിൻ ക്യാരക്ടർ വരെ നമ്മൾ ചോദിക്കും. അങ്ങനത്തെ ഒരു കിടില ഹൊറർ സിനിമ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് പ്രേതത്തിനെ അങ്ങനെ ഇരുത്തി കാണിക്കുക അങ്ങനെ ഒന്നുമില്ല. ശരിക്കും നമുക്ക് പേടിയാവുന്ന രീതിയിൽ, അതായത് എപ്പോൾ പ്രേതനാണ് അപ്പോൾ നമ്മൾ മരിക്കുക, അങ്ങനത്തെ ടൈപ്പ് ഒരു നെഗറ്റീവ് ശക്തി. എനിക്ക് ആ ഒരു ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെറുതെ അല്ലാണ്ട് ഈ ചില സിനിമകൾ എപ്പോഴും ഇത് പേടിപ്പിക്കുക വന്ന് ഇങ്ങനെ പേടിക്കണം, അവർ പേടിപ്പിക്കുക അങ്ങനെ മാത്രമല്ല ഈ സിനിമയിൽ. എപ്പോഴൊക്കെ പ്രേതത്തിനെ അടിക്കണം അപ്പോഴൊക്കെ ഏതെങ്കിലും ആളൊക്കെ മരിച്ചിട്ടുണ്ടാവും. പിന്നെ ട്വിസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ ഇല്ല. ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയുടെ അതേപോലെയാണ് ഈ സിനിമ. അതായത് ചെറിയ ട്വിസ്റ്റ് ഉണ്ട് അത് ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ. അത് ഈ ഒരു സിനിമ ശരിക്കും നമുക്ക് തന്നെ ഒരു ഭയങ്കര ഇത് തോന്നിക്കും. അത് ആ ടൈമിൽ ആ ഒരു ക്യാരക്ടർ അതൊക്കെ പുള്ളിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചും വെച്ചിട്ടുണ്ട്. അതായത് നല്ല രസമായിട്ട് ഈ സിനിമ. അതായത് ഈ സിനിമയൊക്കെ ഈ സമയത്തൊക്കെ എന്തൊക്കെ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയെന്നു. അത് നല്ല രസമായിട്ട്, അതായത് ഒരു ഇപ്പോഴത്തെ ഹൊറർ സിനിമ എന്തോരം ഹൊറർ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? ഒന്നും എനിക്ക് പിടിക്കാറേ ഇല്ല, ഒരൊറ്റാണ്. ആകെ സ്മൈൽ 2 അതൊക്കെ ഉള്ളൂ നല്ലത്. പിന്നെ ഉണ്ട് നല്ലതുണ്ട്, പക്ഷെ എന്നാൽ ഈ സാധനമൊക്കെ തിയേറ്ററിൽ കാണേണ്ട സാധനമായിരുന്നു. നല്ല ഇത് നെറ്റ്ഫ്ലിക്സിലാണുള്ളത്. കാണാത്ത തന്നെ ഈ സിനിമ കാണാം. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനത്തെ കുറേ സിനിമകൾ ഇനിയും ഉണ്ട്. ഇങ്ങനത്തെ ഈ സ്പാനിഷ് അതുപോലെ തന്നെ തായ് അങ്ങനത്തെ കുറേ ഹൊറർ സിനിമകളുണ്ട് കിടിലൻ. അങ്ങനത്തെ സിനിമകൾ നിങ്ങൾ തപ്പി പോകണം, നിങ്ങൾക്ക് കുറേ കിടിലൻ പടങ്ങൾ കിട്ടും. അതൊക്കെ തിയേറ്ററിൽ റിലീസ് ഉണ്ടാവില്ല, നേരെ നെറ്റ്ഫ്ലിക്സിലേക്കും റിലീസ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറേ സിനിമകളുണ്ട്. അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ കാണാം. ഇങ്ങനത്തെ കുറേ സിനിമകളായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.